യുവരാജ്, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. അതായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഇത്തരം ഒരു സംഗമം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മാത്രമല്ല, ദേവസ്വം മന്ത്രി ഉൾപ്പെടെയാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും ഇതേ ഭാഷയിൽ ഇതേ പ്രതികരണം തന്നെ നടത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ 22-ാം തീയതി നടത്താൻ പോകുന്ന ആ സംഗമത്തെ കൂടി അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. യുവരാജ്, അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇടതുപക്ഷക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദപരമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളിൽ, കുറച്ച് നാളുകളിൽ നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു സംഘർഷമുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഗ്രൂപ്പുകളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു, കുറച്ചുകൂടി ലൈവായിരുന്നു. ഏത് തരത്തിലാണ് അയ്യപ്പസ്വാമി ഉൾപ്പെടെ ഇടതുപക്ഷ ഹാൻഡിലുകൾ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ അവരോടെല്ലാവരോടും ഒരുപാട് പോരാടിയിട്ടുള്ളതുമാണ്. അയ്യപ്പൻ്റെ കൺട്രോള് പോകുമോ സ്ത്രീകളെ കണ്ടാൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ 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 മോശമായ രീതിയിൽ പല തരത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഇത് ഞാൻ പറയുന്നൊരു സാധാരണ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. നമ്മുടെ അന്നത്തെ എന്നല്ല ഇന്നത്തെയും CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ശ്രീ എം സ്വരാജ് ഒരിടത്ത് ചെന്ന് നിന്ന് വളരെ അധിക്ഷേപിക്കുന്ന തലത്തിൽ അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണ്, അവിടെ പ്രളയം നടന്നു, വിവാഹം കഴിക്കാൻ പോവുകയാണ് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ 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 മോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീ G. സുധാകരൻ അന്ന് തന്ത്രിമാരെ ഉൾപ്പെടെ മേൽശാന്തിമാരെ ഉൾപ്പെടെ ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്തതെന്നും സംസാരിച്ചതും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത് സർക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത്, ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത്, ദേവസ്വം ബോർഡ് ചെയ്യുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം അന്തരിച്ചു പോയിന്ന് നമ്മളോടൊപ്പം ഇല്ല. ഇത് കാണാൻ വേണ്ടി അദ്ദേഹവും കൂടി ജീവിച്ചിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവർക്ക് അനുകൂലമായി നിലപാട് എടുക്കില്ല എന്ന് അറിയാമായിരുന്നത് കൊണ്ട് തിരക്കിട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം എന്നുള്ളതിൽ നിന്ന് വെട്ടിക്കുറച്ച് 2 വർഷം ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ദേവസ്വം ബോർഡല്ലേ. അന്ന് അവരുടെ നിലപാട് എന്തായിരുന്നു? പ്രയാർ ഗോപാലകൃഷ്ണൻ യുവതി പ്രവേശനത്തിന് പ്രതികൂലമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രം നിയമസഭയ്ക്കകത്ത് നിയമം പാസാക്കിയിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം അവിടെ ആചാര ലംഘനം 2019 ജനുവരി 1-ാം തീയതി അവിടെ നടത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. മനഃപൂർവ്വം ചെയ്തതാണ്, നമുക്കറിയാം. അവിടെ 2 സ്ത്രീകൾ കയറി, 2 യുവതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി. ഇവർ കയറുന്ന സമയത്ത് നമുക്ക് ഇന്നും ആ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ 2 പേരെ പോലീസ് പ്രൊട്ടക്ഷനിൽ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറ്റുന്ന സമയത്ത് ഈ 2 പേരും ഒരു തവണയെങ്കിലും ആ നടയിൽ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി തൊഴുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല. പകരം ആ സന്നിധാനത്തോടു കൂടി ഓടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ നയം. അവരാ പോകുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വീഡിയോയിൽ കിട്ടിയോ എന്നുള്ളതായിരുന്നു. വീഡിയോ ആരാ പകർത്തിയത്? വീഡിയോ പകർത്തിയത് കേരള പോലീസാണ് പകർത്തി കൊടുക്കുന്നത് വീഡിയോ. ഇപ്പോൾ കേരള പോലീസ് അകമ്പടി പോയിരിക്കുന്നത് എന്തിനാണ്? ഈ 2 ആൾക്കാരെ അതിൻ്റെ അകത്ത് കയറ്റുമ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതിനാണ്. നോക്കൂ, നമ്മുടെ ബഹുമാന്യനായ ഇടതുപക്ഷ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇത്രാം തീയതിക്കകത്ത് ഇവിടെ ഇന്ന ആൾക്കാരെ കയറ്റിക്കൊള്ളണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നോ? ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സുപ്രീം കോടതി പൊതുവിലൊരു വിധി പറഞ്ഞു. റിവിഷൻ പെറ്റീഷൻ പോകാൻ വേണ്ടിയിട്ട് മുഴുവൻ ഹൈന്ദവ സംഘടനകളും NSS ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും എല്ലാം തന്നെ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയോട് ഈ വിധി 2018 സെപ്റ്റംബർ 28-ാം തീയതി മറ്റാണ് വിധി വരുന്നത്. ഈ വിധി വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കിട്ട് ഈ വിധി നടപ്പിലാക്കരുത്. റിവിഷൻ പെറ്റീഷൻ സുപ്രീം കോടതി എടുക്കുന്നത് വരെ ഉള്ള ഒരു സാവകാശമെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാവകാശം അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ആ കേസിലെ വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ
അതിനെക്കുറിച്ചിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ലോ ആൻഡ് ഓർഡറും ബാക്കി കാര്യങ്ങളും ഉണ്ട്, ആരുടെയും വികാരങ്ങളെ ഒന്നും നമുക്ക് വ്രണപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരല്പം സാവകാശം എടുത്ത് രണ്ടു കൂട്ടരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാത്രമേ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അന്ന് ചിത്തിരയാട്ട വിശേഷത്തിന് എനിക്ക് തോന്നുന്നു വളരെ അടുത്ത് തന്നെ നട തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നവംബർ 6-ാം തീയതി അല്ല, ഈ ഒക്ടോബറിൽ തുറക്കും, അത് കഴിഞ്ഞിട്ട് നവംബറിൽ ചിത്തിരാട്ട വിശേഷത്തിന്. അപ്പോൾ ഇത്രയും വരുവാണ് അതിനിടയിൽ ഈ റിവിഷൻ പെറ്റീഷൻ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും ദിവസങ്ങളിൽ നട തുറക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സാവകാശം നിങ്ങൾ അനുവദിക്കൂ, റിവിഷൻ പെറ്റീഷൻ ഒന്ന് ഫയൽ ചെയ്തോട്ടെ. നമ്മുടെ പരാശരനെ പോലെ, അഡ്വക്കേറ്റ് പരാശരനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള വക്കീലന്മാരാണ് NSSന് വേണ്ടി ഉൾപ്പെടെ ഹാജരാകുന്നത്. അപ്പോൾ അത്രയും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്ത്, അത്രയും പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത്, ലക്ഷക്കണക്കിന് അമ്മമാര് തെരുവിൽ ശരണം വിളികളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത്, ലക്ഷക്കണക്കിന് ഭക്തർ തെരുവിൽ ശരണം വിളിയുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ വികാരങ്ങളെ ഒന്നും തന്നെ ഞങ്ങൾക്ക് പരിഗണിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും പരിഹസിക്കുകയായിരുന്നു. തനിക്ക് ഓർമ്മ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ജനുവരി 1-ാം തീയതി കഴിഞ്ഞതിന് ശേഷം, താങ്കൾക്ക് ഓർമ്മ ആണെന്നാണ് എൻ്റെ വിശ്വാസം, ജനുവരി 1-ാം തീയതി ഈ പറയുന്ന ആചാര ലംഘനം സംഭവിച്ചതിന് ശേഷം കുറച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷം ശ്രീലങ്കൻ സ്വദേശികൾ ഈ പറയുന്ന പോലെ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്, വ്യാജ വാർത്തയാണ് പരക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഇതേ മുഖ്യമന്ത്രി പുറത്തിറങ്ങി വന്ന് നിന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അശ്ലീല ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഹർത്താലൊന്നും നടത്തുന്നില്ലേ, ഇന്ന് നിങ്ങൾ ബന്ധൊന്നും നടത്തുന്നില്ലേ, അവിടെ വീണ്ടും വീണ്ടും ആചാര ലംഘനമൊക്കെ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ആ നിലപാടുകളെ ഒന്നും തിരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ, എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഞങ്ങൾ അതിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ്. അത് വാക്കാൽ വെറുതെ പറഞ്ഞാൽ പോരാ. കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിനെ തിരുത്തുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പണ്ട് VD സവർക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഹിന്ദു വോട്ട് ബാങ്ക് ആകുന്ന സമയം, VD സവർക്കറല്ല, ക്ഷമിക്കണം, നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിന്ദു വോട്ട് ബാങ്ക് ആയി കഴിയുമ്പോൾ മാത്രമേ ഇവരെല്ലാവരും പുറത്തിറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ, കണ്ണൂരിൽ ഉൾപ്പെടെ, അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ അവരുടെ വോട്ട് നഷ്ടപ്പെടുന്നുവെന്നും ഹിന്ദു വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെടുന്നുവെന്നും മനസ്സിലായപ്പോൾ ഇപ്പോൾ പുതിയ അയ്യപ്പ ഭക്തരുടെ വേഷവും കെട്ടിയിട്ട് അവർ പുറത്തേക്ക് വരുന്നതാണ്. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്, ഈ സമൂഹത്തിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് പണ്ട് ഗ്രാംഷി പറഞ്ഞു കൊടുത്ത ഐഡിയ ഒക്കെ ആയിട്ടാണ് അവർ ഈ പറയുന്ന ശബരിമല സമരവും, അത് മറ്റൊരു വിഷയമാണ്, അതിനകത്തേക്ക് ഞാൻ തൽക്കാലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ശരി തന്നെയാണ്, ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു നയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിനെ അവരെങ്ങനെയാണോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയത്, അതിൽ നിന്ന് പരിപൂർണമായിട്ട് യു ടേൺ അടിച്ച് തിരിച്ചു പോകുവാനും ഇന്ന് ഞങ്ങളാണ് വലിയ അയ്യപ്പ ഭക്തരെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ശബരിമല ശ്രീധർമ്മ ശാസ്താവിനോട് വെല്ലുവിളിക്കാൻ ഇറങ്ങിയ പിണറായി വിജയൻ സാഷ്ടാംഗം പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആശയ പാപ്പരത്വമാണെന്നും അവരുടെ സ്വന്തം ആശയങ്ങളിൽ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ ഇനി ഒരു കാലഘട്ടത്തിലും അവർക്ക് റിലവൻസ് ഇല്ലെന്ന് തോന്നുകയും വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് പരിപൂർണമായ ആധ്യാത്മികവാദത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞു എന്നുള്ളതും, ആശയപരമായി ആദർശപരമായി അവർ വീണ്ടും സംഘപരിവാറിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഭാരതീയതയ്ക്ക് മുൻപിൽ അവർ പരാജയപ്പെടുകയാണ് എന്നുള്ള കാര്യവുമാണ് ഈ അയ്യപ്പ സംഗമം പറഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നതിൽ ഒരുപാട് സന്തോഷം. അത് തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ ആസന്നമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു അയ്യപ്പ ഭക്ത സംഗമവുമായി 2018 ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം കൊടുത്ത അതേ സർക്കാർ തന്നെ വരുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം.